നിങ്ങളുടെ പാദധൂലി എനിക്ക് തന്നിട്ടുള്ളതായ പവിത്രതയാണിതിന് കാരണം. ഞാൻ എന്തിനാണിത് പറയുന്നത്? നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഭൃഗുമഹർഷിയുടെ കാര്യമാണ്. ആ ഭൃഗുമഹർഷിക്ക് 3 പേരെയും പരിശോധിച്ച് മറുപടി പറയാനുള്ള ഒരു സാഹസികത ഉൾക്കൊള്ളാൻ ഒരു വിഷമം ഉണ്ടായില്ല. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ യോഗ്യത പറയുന്ന സമയത്ത് ഭൃഗുവിനോട് അങ്ങനെ സമീപനം. ഇവിടെ സനകാദികളോടോ വേറൊരു തരം. അവരവിടെ വന്ന് ജയവിജയന്മാർ തടുത്തു നിർത്തിയേ ഉള്ളൂ. എന്നാലും വിഷ്ണു പറയണത് എങ്ങനെയാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതിൻ്റെ ആ പ്രസക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. പ്രേക്ഷാബലാർത്ഥമിതരേ നിയമാൻ വഹന്തി. അപ്പം മഹാലക്ഷ്മി എൻ്റെ കൂടെ വസിക്കുന്നുണ്ടെങ്കിൽ നിരന്തരം അതിനുള്ള കാരണം മഹർഷിമാരുടെ സേവാവേളയിൽ എനിക്ക് അവരുടെ പാദധൂലികൾ എൻ്റെ ശരീരത്തിൽപ്പെട്ട് അത് നൽകുന്നതായ പവിത്രത കൊണ്ട് മാത്രമാണ് ലക്ഷ്മി സ്ഥിരവാസക്കാരിയായി എൻ്റെ കൂടെ ഇരിക്കുന്നത്. നാഹം തഥാത്മ്യജമാനഹവിർവിധാനേ ശോതദ്ഘൃതപ്ലുതമദൻ ഹുതഭുങ്മുഖേന യദ്ബ്രാഹ്മണസ്യ മുഖതശ്ചരതോനുഘാസം തുഷ്ടസ്യ മയ്യവഹിതൈർ നിജകർമ്മപാകൈഃ. ഇവിടെ വേറെ ഒരു കാര്യമാണ് മഹാവിഷ്ണു പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. എന്താ അത്? നാം ഭഗവാന് വേണ്ടി പലതും ഹോമിക്കുന്നുണ്ട്. ഹോമിക്കുക എന്ന് പറഞ്ഞാലോ, ഹോമകുണ്ഡമുണ്ടാക്കി അഗ്നിയെ ജ്വലിപ്പിച്ച്, അഗ്നിക്ക് 7 നാക്കുകളാണെന്നൊക്കെയാണ് മുണ്ടകോപനിഷത്തിൽ വിമർശന രൂപത്തിലുള്ള വിവരണം. ആ അഗ്നി ഇങ്ങനെ ജ്വലിച്ച് പൊന്തി ഇങ്ങനെ നാവ് പോലെ ഇങ്ങനെ നക്കി തുടയ്ക്കാൻ വേണ്ടി മടങ്ങി ഇങ്ങനെ കത്തുമ്പോൾ ആ സമയത്ത് വേണം ഹോമദ്രവ്യങ്ങൾ ഹോമിക്കാൻ. ആ ഹോമിക്കുന്ന സമയത്ത് അത് കത്തിജ്വലിക്കാനാണ് നെയ്യിൽ അഗ്നിയെ കുളിപ്പിക്കുന്നത്. നെയ്യ് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ്. അത് ഒഴിക്കുന്തോറും അഗ്നി കത്തും ചെയ്യും. അവിടെ ഒന്നും ബാക്കി വരൂല്ല. അങ്ങനെ വിശേഷപ്പെട്ട ഒന്നാണ്. അതിവിടെ പറയാണ്. അങ്ങനെ മഹാവിഷ്ണു യജ്ഞപതിയാണ്. ആ യജ്ഞപതിക്ക് വേണ്ടിയാണ് സർവ്വയജ്ഞയാഗങ്ങളും. മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടാണ് അത് മുഴുവൻ ചെയ്യുന്നത്. ആ ചെയ്യുന്ന യജ്ഞങ്ങളെ പറ്റി അദ്ദേഹം ഒരു വിമർശന രൂപത്തിൽ ഇവിടെ പറയുകയാണ്. നാഹം തഥാദ്മി യജമാനഹവിർവിധാനേ ശ്യോതദ്ഘൃതപ്ലുതമദൻ. യജമാനൻ യജ്ഞങ്ങൾ, മഹായജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ ധാരധാരയായി ഒഴിക്കുന്ന നെയ്യിനാൽ ആ നെയ്യിൽ മൂടിക്കിടക്കുന്ന പദാർത്ഥങ്ങൾ എനിക്ക് ധാരാളം ഹോമിക്കുന്നുണ്ടല്ലോ. ആ ഹോമിക്കുന്നത് ഹുതഭുങ്മുഖേന, ആ അഗ്നിമൂലം. നാഹം തഥാദ്മി, ആ അഗ്നിമൂലം കൊടുക്കുന്നത് മുഴുവൻ എനിക്കുള്ള ഭക്ഷണമാണെന്നാണ് വിചാരം. അപ്പം അഗ്നിമൂലം ഈ നെയ്യിൽ മൂടി അല്ലെങ്കിൽ നെയ്യ് പുരട്ടി വരുന്നതായ ദ്രവ്യ സമർപ്പണങ്ങളെ മുഴുവൻ ഞാൻ അതുപോലെ രുചിച്ച് കഴിക്കുന്നില്ല. ഇതുപോലെ യത് ബ്രാഹ്മണസ്യ മുഖതശ്ചരതോനുഘാസം. ബ്രാഹ്മണരുണ്ടല്ലോ. ആരാ ബ്രാഹ്മണര്? ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്നവർ, ബ്രഹ്മജ്ഞാനികൾ, തത്വജ്ഞാനികൾ, മഹർഷിമാർ, സന്യാസി വര്യന്മാർ, ഭാഗവതോത്തമന്മാർ. അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അവർക്കാണല്ലോ വിശപ്പ്. അഗ്നിക്കോ മഹാവിഷ്ണുവിനോ വിശപ്പുണ്ടെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. യാഗയജ്ഞങ്ങൾ നമ്മൾക്ക് ഭക്തി ഉണ്ടാവാനുള്ള ഒരു ഉപാധി, ഒരു വഴി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ആ ബ്രാഹ്മണർക്കാണെങ്കിൽ ജഠരാഗ്നിയുണ്ട്, വയറുണ്ട്, പാഞ്ചഭൗതികമായ ശരീരമുണ്ട്, നിത്യാഹാരം ആവശ്യമാണ്. അപ്പോഴേ രക്തവും ഊർജവും ഉണ്ടാവുള്ളൂ. അതിനൊക്കെ വേണ്ടി അവരുടെ തൊണ്ടയ്ക്ക് ഭക്ഷണം കൊടുത്താൽ അനുഘാസം, അവർ ഓരോ ഉരുളയും വിഴുങ്ങുന്ന സമയത്ത് ഞാൻ എത്ര രുചിച്ച് അത് അനുഭവിക്കുന്നുവോ ആ മാതിരി അനുഭവിക്കുന്നില്ല അഗ്നിയിൽ ചെയ്യുന്ന സമർപ്പണങ്ങൾ എത്ര തന്നെ നെയ്യിൽ മൂടി നൽകിയാലും. തുഷ്ടസ്യ മയ്യവഹിതൈർ നിജ കർമ്മപാകൈഃ. ആ ബ്രാഹ്മണരാരാ എന്ന് പറയാണ്. തുഷ്ടസ്യ, സന്തുഷ്ടനായിരിക്കണം ബ്രാഹ്മണൻ. മനസ്സിന് ഒരു കോട്ടവും ഒരു കുറവും വരരുത്. തുഷ്ടനായിരിക്കണം. മയി അവഹിതൈർ നിജകർമ്മപാകൈഃ. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും, ജീവിതം മുഴുവനും ഈശ്വരന് എന്ന് പറഞ്ഞ് സമർപ്പിച്ച് തൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും എന്തെല്ലാം അതാത് ദിവസം ഫലങ്ങളായോ അപ്രതീക്ഷിതമായോ വരുന്നുണ്ട് അതെല്ലാം സ്വീകരിച്ച് സന്തോഷമായി വാഴുന്ന ബ്രാഹ്മണന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന ആഹാരങ്ങൾ എന്തുണ്ടോ അത് വിഴുങ്ങുമ്പോഴാണ് എനിക്ക് രുചി. അതാണ് ഞാൻ വാസ്തവത്തിൽ കഴിക്കുന്നത്. ഇതില് ശോതദ്ഘൃതപ്ലുതമദൻ എന്നും ശോതൻഘൃതപ്ലുതമദൻ എന്ന് 2 തരത്തിൽ കാണുന്നുണ്ട് ഈ വാക്ക്. നെയ്യെടുത്ത് ഇങ്ങനെ ഹോമിക്കുമ്പോൾ ആ ഹോമിക്കുന്ന സമയത്ത് ധാരയായിട്ട് അങ്ങനെ വരും. അവിടെ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ ആ പദാർത്ഥങ്ങളെ മുഴുവൻ മൂടി അങ്ങോട്ട് പൊതി. ആ സമയത്ത് അത് ഭംഗിയായിട്ട് കത്തും. അങ്ങനെ നെയ്യിൽ പൊതിഞ്ഞ് എനിക്ക് തരുന്നതായ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലൂടെ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രാഹ്മണന്റെ വായിലൂടെ ഇറങ്ങുമ്പോൾ എനിക്ക് എത്ര രുചിയുണ്ടോ അത്രയും രുചിയോടുകൂടി ഞാൻ കഴിക്കുന്നില്ല. ഇതാര് പറയുന്നു? മഹാവിഷ്ണു. എന്തിന്? ജയവിജയന്മാരെ താണ്ടി
അവരെ ശപിച്ച് പറഞ്ഞയച്ച് ഉള്ളിലേക്ക് വന്ന് സനകാദികളെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാവിഷ്ണു പറയുന്നതാണ്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ പറ്റിയുള്ള വിവരണങ്ങൾ നൽകാൻ ഈ പരമഹംസ ചിത്തത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നു. സാധാരണ ഭക്തന്മാർക്ക് ഭഗവാൻ വളരെ ദൂരസ്ഥനാണ്. ആ ദൂരസ്ഥനായിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും അവർക്ക് അടുത്തു വരാറില്ല, അദൃശ്യനുമാണ്. അപ്പം അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ആരാധനയ്ക്ക് ഭഗവാൻ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ടോ, തൃപ്തിപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു മറുപടി അവർക്ക് കിട്ടുന്നില്ല. പരമഹംസൻ ആ വിടവ് മാറ്റുകയാണ്. മഹാവിഷ്ണുവിനെ കൊണ്ടുവന്ന് നിർത്തി പല രംഗങ്ങളിലും സന്ദർഭങ്ങളിലും അഭിമുഖീകരിപ്പിച്ച് അദ്ദേഹവും ഇവിടെ ഒരു ഭാഗത്ത് ഭൃഗു മഹർഷി, പിന്നെ ഒരു ഭാഗത്ത് സനകാദികൾ, ഇവർ രണ്ടുപേരെയും അഭിമുഖീകരിച്ചുകൊണ്ട് മഹാവിഷ്ണു നടത്തുന്ന പെരുമാറ്റം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാം എവിടെയാണ് സത്യം. നമുക്കെപ്പോഴും തൊടാനും സ്പർശിക്കാനും നന്നാക്കാനും പരിഷ്കരിക്കാനും ശുദ്ധമാക്കാനും അലങ്കരിക്കാനും സുന്ദരമാക്കാനും സമ്പുഷ്ടമാക്കാനുമുള്ളത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയുമാണ്. ആ മനഃശുദ്ധീകരണം സഹായിക്കാനാണ് ബുദ്ധിക്ക് വിഭവം എന്നുള്ള നിലയ്ക്ക് ഈ ഭാഗവതം പോലെയുള്ള സൃഷ്ടികളെല്ലാം നമ്മുടെ ഇടയിൽ പ്രകാശിക്കുന്നത്, വിരാജിക്കുന്നത്. ബ്രഹ്മർഷീണാം ഭൃഗുരഹം രാജർഷീണാമഹം മനു ദേവർഷീണാം നാരദോഹം ഹവിർധാന്യസ്മിധേനുഷു. ബ്രഹ്മർഷീണാം ഭൃഗുരഹം. ഇവിടെ വാസ്തവത്തിൽ ചവിട്ടിച്ചതാര, ചവിട്ടിയതാര, ചവിട്ടേറ്റതാര, അതിന് മറുപടി പറയുന്നതാര? ഇതെല്ലാം ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ബ്രഹ്മർഷിമാരിൽ ഭൃഗുവാണെന്ന് പറയുമ്പോൾ ആ ഭൃഗുവാണ് തന്നെ വന്ന് കണ്ട് നെഞ്ഞത്ത് ചവിട്ടിയത്. ആ ചവിട്ടുന്നത് ഞാനാണെന്ന്, ചവിട്ട ഏൽക്കുന്നതും ഞാനാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിന് നോക്കി എന്തിനാണ് ഇവിടെ നന്മതിന്മകൾ ഉള്ളത്, എന്തിനാണ് ഇവിടെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് ചോദിക്കരുത്. 3 ഗുണങ്ങളും ഒരുമിച്ചേ നിലനിൽക്കുള്ളൂ. ഇവിടെ ശിഷ്ടതയുള്ളതുപോലെ ദുഷ്ടതയുണ്ടാവണം, കാഠിന്യമുള്ളതുപോലെ മൃദുത്വം വേണം, പുരുഷനുള്ളതുപോലെ സ്ത്രീ വേണം. അങ്ങനെ എല്ലാം ആണ് ഇവിടെ. രാജർഷീണാം അഹം മനുഹു. രാജർഷിമാരിൽ വെച്ച് മനുവാണ് ഞാൻ. ദേവർഷീണാം നാരദോഹം. ദേവർഷിമാരിൽ വെച്ച് നാരദൻ. അപ്പൊ എത്ര മഹർഷിമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ബ്രഹ്മർഷിമാർ. ബ്രാഹ്മണൻ ഋഷിയായിട്ടുള്ളവൻ ബ്രഹ്മർഷി. രാജർഷി എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ രാജാവ് ഋഷിയായിട്ടുള്ളവൻ. ദേവർഷിയോ ദേവന്മാരിൽ വെച്ച് ഋഷിയായിട്ടുള്ളവൻ. നാരദോഹം ഹവിർധാന്യസ്മിധേനുഷൂ. ആ ഹവിർധാനി, അതിലെ കാമധേനുവാണ് ഞാൻ. അങ്ങനെ ഓരോന്നിലും ഓരോ വിശേഷ പ്രകടനം പറയുകയാണ്. ഈ നാരദ മഹർഷിയെ പറ്റി പറയുമ്പോൾ എന്താ നാരദനുള്ള വിശേഷം? നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേന ച മദ്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. നാരദനെ പറ്റി നാം എപ്പോഴും പറയാറുണ്ട്. സാധാരണ നമ്മുടെ മലയാളത്തിൽ ഞാൻ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുള്ളത് ഏഷ്ണിക്കാരനാണ്. ഏഷ്ണിക്കാരനല്ല, അദ്ദേഹം വലിയ ഒരു ന്യൂസ് പേപ്പർ എഡിറ്ററായിരുന്നു. എവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചെല്ലും, എല്ലാവരോടും എന്തും പറയും. സർവ്വദിക്കിലും പോകാൻ പറ്റും. കൃഷ്ണൻ കല്യാണം കഴിച്ചു, 8 കന്യകമാരെ കല്യാണം കഴിച്ചു, രാജകന്യകമാരെ. അതിനുശേഷം 16,000 പേര് വിവാഹം കഴിക്കണം, ഞങ്ങൾക്ക് പതിയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ 16,000 കൃഷ്ണന്മാരായി അവരെയും കല്യാണം കഴിച്ചു. ഇങ്ങനെയുണ്ടോ ഒരു ഗൃഹസ്ഥ ജീവിതം? ഇത് സാധ്യമാണോ മനുഷ്യജന്മത്തിൽ എന്നുള്ള സംശയം തോന്നി നാരദൻ അത് പരിശോധിക്കാൻ ചെന്നപ്പോൾ ആദ്യമായിട്ട് രുക്മിണി ഇരിക്കുന്ന കൊട്ടാരത്തിലാണ് ചെന്നത്. ശ്രീകൃഷ്ണൻ ഓടി വന്ന് സ്വീകരിച്ച് കസാരയിലിരുത്തി കാല് കഴുകി അങ്ങനെ സത്യഭാമയുടെ അവിടെ പോയി. ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചരിത്രം സാരഭൂതമായ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പം അത് കാണാൻ പോയി. അതിനുശേഷം പറഞ്ഞു നടക്കുകയാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പം അദ്ദേഹത്തിന് നല്ല സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിൽ അവിടെ പോകാൻ. അങ്ങനെ ആ നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചു അത്രേ. വൈകുണ്ഠത്തിൽ ചെന്ന് ചോദിക്കുകയാണ്, അങ്ങ് വിഷ്ണുവാണല്ലോ, വിഷ്ണുവായതുകൊണ്ട് സർവത്ര വസിക്കുന്നവനാണ്. അപ്പം അങ്ങ് എല്ലാ ദിക്കിലും വസിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം പ്രത്യേകം തെരഞ്ഞെടുത്ത് അവിടെ താമസിക്കുക എന്നൊരു നിലയുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമോ, എവിടെയാണ് അങ്ങേ കണ്ടുപിടിക്കാൻ എളുപ്പത്തിലുള്ള വഴി എവിടെയാണത്? അപ്പം മഹാവിഷ്ണു പറയുകയാണ്, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ. ഞാൻ വൈകുണ്ഠത്തിലല്ല പാർക്കുന്നത്. യോഗിനാം ഹൃദയേന ച. യോഗികളുടെ ഹൃദയത്തിലുമല്ല എൻ്റെ താമസം. വൈകുണ്ഠത്തിൽ എനിക്കുള്ള ഒരു പുരം, ഒരു പട്ടണമാണ് വൈകുണ്ഠം. അവിടെ പല മുറികളുമുണ്ട്, പരിചരണത്തിന് ആൾക്കാരുണ്ട്, എനിക്കൊരു സിംഹാസനമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ അവിടെ ടെലിഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലം അതാണല്ലോ വൈകുണ്ഠത്തിലെ. അപ്പം സർവ്വ സൗകര്യങ്ങളോടും കൂടി ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. അത് ശരീരത്തിന് പാർക്കാനുള്ള ഒരു സ്ഥലമാണ്. യോഗികളുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താ? അവർ ധ്യാനിച്ച്, മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുന്നു.
ഒരു പൂജയില്ല, ഒരു പുഷ്പമില്ല, ഒരു അഭിഷേകമില്ല, ഒരു മന്ത്രമില്ല, ഒരു ഉച്ചാരണമില്ല. കണ്ണടച്ച് ഉൾധ്യാനമാണ്. അവിടെയുമല്ല ഞാൻ, വൈകുണ്ഠത്തിലുമല്ല. മദ്ഭക്തായത്ര ഗായന്തി. യോഗികളുടെ ധ്യാനം എങ്ങനത്തതാ? നിർഗുണ ധ്യാനമാണ്, പരമാത്മധ്യാനമാണ്. അവർ ഭഗവാനെ ഒരു രൂപത്തിലോ ഒരു നിറത്തിലോ ഒരു ആകൃതിയിലോ കാണുന്നില്ല. അവർക്ക് ആവശ്യം ആകാശസമം സർവവ്യാപകമായിരിക്കുന്ന ആ ചിദ്വിലാസം ചിദാകാശത്തെയാണ്. അപ്പം അവിടെ ഞാൻ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എവിടെയാണ് അധിവസിക്കുന്നത് എന്ന് ചോദിച്ചാൽ മദ്ഭക്തായത്ര ഗായന്തി. എൻ്റെ ഭക്തന്മാർ എവിടെയാണോ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി എന്നെ ഇങ്ങനെ വളരെ ഉത്സാഹത്തോടുകൂടി പാടുന്നത്, കീർത്തനം ചെയ്യുന്നത്, തത്ര തിഷ്ഠാമി നാരദ, അവിടെയാണ് എൻ്റെ അധിവാസം. അപ്പം എവിടെ എല്ലാവരും കൂടി ഭഗവാനെ വിളിക്കുന്നുവോ ആ വിളിക്കുന്ന സമയത്ത്, പാടുന്ന സമയത്ത് ഈശ്വരൻ അവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടാവുന്നു. നാരദ മഹർഷി ചോദിച്ചതിന് മറുപടി പറഞ്ഞതാ. എനിക്ക് ഓർമ്മ വന്നു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. എന്താ, ദേവർഷികളിൽ വെച്ച് നാരദനാണ് ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ നാരദനും ബ്രഹ്മാവുമായി, നാരദനും വിഷ്ണുവുമായി, ചിലപ്പോൾ നാരദനും ശിവനുമായിട്ടുള്ള പല സംവാദങ്ങളും നമ്മുടെ ശാസ്ത്രങ്ങളിൽ കാണാം. സിദ്ധേശ്വരാണാം കപിലഃ സുവർണോഹം പതത്രിണാം പ്രജാപതീനാം ദക്ഷോഹം പിതൃണാം അഹമര്യമാ. ഇങ്ങനെ കുറേ പറയുന്നുണ്ട് കൃഷ്ണൻ. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതൊന്നും വായിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന്. അപ്പോൾ പലർക്കും നിങ്ങൾക്കത് തൃപ്തിയാവില്ല. എന്താ, ഏകാദശ സ്കന്ധം സ്വാമിജി വായിച്ച് ഓരോ പങ്ക്തിക്കും ഓരോ ലൈനും അർത്ഥം പറയുന്നുണ്ടല്ലോ പദങ്ങൾക്കൊക്കെ. ഇതെന്താ വിട്ടുപോയെന്ന് പലരും ചോദിക്കും. അത് മാത്രമല്ല, സ്വാദുസ്വാദു പദേ പദേ സ്വാദുസ്വാദു ദിനേ ദിനേ. ഓരോ പദവും പദം തോറും അതുമാതിരി വായിക്കുമ്പോൾ ദിനം തോറും ഇത് വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഒന്നും വിടണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഈ അധ്യായം മുന്നോട്ട് നീക്കാം. സിദ്ധേശ്വരാണാം കപിലഃ. സിദ്ധേശ്വരന്മാർ, സിദ്ധന്മാരായിരിക്കുന്ന ഈശ്വരന്മാർ, അതിൽ വെച്ച് കപിലമുനിയാണ് ഞാൻ. 3-ാം സ്കന്ധത്തിൽ കപിലൻ ദേവഹൂതിയോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കപിലസാഖ്യം എന്നാണ് സാധാരണ അതിനെപ്പറ്റി പറയുക. അവിടെ പറയുന്നത് മുഴുവനും ഈശ്വരനും ഭക്തിയും ഉപാസനയുമായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചൊക്കെ കപിലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 24ഉം 25ഉം തത്വങ്ങളാണ്. ഇങ്ങനെ ഈശ്വരചിന്ത, ഭക്തി എന്നാണ് പേര്. ആ ഭക്തിയിൽ ഇത്ര അധികം കൂലങ്കഷമായിട്ടുള്ള പരിശോധനയും കണ്ടുപിടുത്തങ്ങളും പരിഗണനകളും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ വെറുതെ എങ്ങനെ ഈശ്വരനെ ഭജിക്കൂ വിശ്വസിക്കൂ എന്ന് പറയുന്നതല്ല. നാം അധിവസിക്കുന്നത് ലോകത്തിലാണ്. ആ ലോകം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. എന്താണ് ഈ പഞ്ചഭൂതങ്ങളായിരിക്കുന്നത് എന്ന് അറിയാൻ ഏത് ബുദ്ധിക്കും അവകാശമുണ്ട്. അപ്പൊ കപില സാഖ്യത്തിൽ ഈ സൃഷ്ടിവർണ്ണനയും എല്ലാം നിങ്ങൾക്ക് കാണാം. സുവർണോഹം പതത്രിണാം. അനവധി പക്ഷികളുണ്ട്. ആ പക്ഷികളിൽ സുവർണൻ ഗരുഡനാണ് ഞാൻ. എന്താ ഈ ഗരുഡ പക്ഷിക്ക് ഒരു വിശേഷം? സാധാരണ നമ്മൾ പറയും മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡനെന്ന്. കഴുത്തിൽ മാത്രം വെളുപ്പ് നിറം. കഴുകൻ അങ്ങനെയല്ല. വളരെ ഉയരത്തിൽ ഗരുഡന് പറക്കാം. വളരെ ഉയരത്തിൽ പറന്നിട്ടാണ് അവർക്ക് കിട്ടാനുള്ള ഇര എവിടെയുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുക. വൃക്ഷങ്ങളും കൊമ്പുകളും ഒന്നും അവർക്ക് തടസ്സാവില്ല. അതിനൊക്കെ മുകളിൽ പോയിട്ടാണ് പറക്കുക. അങ്ങനെയുള്ള ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ എവിടേക്ക് വേണമെങ്കിൽ ആംഗിൾ ഇങ്ങനെ കാണാം. എന്നിട്ട് അവർ പറന്ന് താഴത്തേക്ക് വരും. അങ്ങനെ ഒരു പക്ഷിയാണ് മഹാവിഷ്ണുവിന് വാഹനമായിട്ട് കൊടുത്തിട്ടുള്ളത്. കിടക്കണതോ പാമ്പിൻ്റെ മുകളിലും. അപ്പോൾ പാമ്പും ഗരുഡനും കൂടി ബദ്ധവൈരികളാണ്. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു വൈരവും ഇല്ല. അതുപോലെ ആവണം നമ്മളും. നമ്മളെ കണ്ടാൽ ഒരാൾക്കും വൈരം തോന്നരുത്. വൈരികൾ പോലും നമ്മുടെ അടുത്ത് വന്നാൽ വൈരം വിടണം. അതാണ് മനുഷ്യന്റെ പരമാവധിയുള്ള നന്മ, വാത്സല്യം. സുവർണോഹം പതത്രിനാം പ്രജാപതീനാം ദക്ഷോഹം. പ്രജാപതികളിൽ വെച്ച് ദക്ഷനാണ് ഞാൻ. പിതൃണാം അഹമര്യമ. പിതൃലോകത്തിലെ പിതൃനേതാവാണ് അര്യമ. പിതൃലോകം എന്നൊരു ലോകം, അവിടെ പിതൃക്കളാണ് കൂടുതലും. അതിൽ വെച്ച് അര്യമ വളരെ വിശേഷപ്പെട്ടവനാണ്, അവരുടെ നേതാവാണ്. അര്യമാവിന് വേണ്ടി പ്രത്യേകം തർപ്പണങ്ങളോ ഓഫറിങ് സമർപ്പണങ്ങളോ ഒക്കെ ചെയ്യാറുണ്ട്. മാം വിദ്യുദ്ധവ ദൈത്യാനാം പ്രഹ്ലാദം അസുരേശ്വരം. ഉദ്ധവ, മനസ്സിലാക്കിക്കോളൂ, ദൈത്യന്മാരിൽ വെച്ച് അസുരേശ്വരനായിരിക്കുന്ന പ്രഹ്ലാദൻ. കേട്ടോ നിങ്ങൾ? ഭാഗവതം നമ്മുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനത്തെ പ്രഹ്ലാദനെയാ? 7 വയസ്സായ പ്രഹ്ലാദനെയാ. അവസാനം ഹിരണ്യകശിപുവിൻ്റെ വധം കഴിഞ്ഞതിന് ശേഷം മഹാവിഷ്ണു വളരെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് അനുഗ്രഹിച്ച് ആ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. ആദ്യം കൂട്ടാക്കിയില്ല.
എന്നാലും മഹാവിഷ്ണുവിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ നിർദ്ദേശം തിരസ്കരിക്കരുതല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. ഇപ്പം ആ പ്രഹ്ലാദന് പ്രായം കൂടി. എന്നിട്ടോ സിദ്ധേഷ് അസുരന്മാരിൽ വെച്ച് ഈശ്വരനായി തീർന്നു അദ്ദേഹം. അസുര ചക്രവർത്തി, വെറും ചക്രവർത്തിയല്ല, അസുരന്മാർക്കെല്ലാവർക്കും ഈശ്വരനായ പ്രഹ്ലാദനാണ് ഞാൻ. ഇത് പറയുമ്പോൾ എൻ്റെ ഭാവന പോവുക. പ്രഹ്ലാദനായിട്ട് ജനിച്ചത് ഭഗവാനാണല്ലോ, എല്ലാ ജീവനും ഈശ്വരൻ തന്നെയല്ലേ. ആ പ്രഹ്ലാദ ജീവിതത്തിൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് സംശയം തോന്നുകയാണ്. നിങ്ങൾക്ക് ഈശ്വര ചിന്തയിൽ ഇങ്ങനെയുള്ള ആലോചനകളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. നമുക്ക് പോകണം, തൊഴണം, പ്രസാദം തൊടണം, ഇങ്ങോട്ട് പോരണം, അതേ ഉള്ളൂ നിങ്ങൾക്ക്. ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ പെടാത്തതില്ല കൂട്ടരെ. ലോകത്തിലുള്ളത് മുഴുവനും പെടും. നമ്മുടെ മനസ്സാണ് ഈശ്വരന് കൊതിക്കുന്നത്. ആ കൊതിക്കുന്ന മനസ്സ് മാത്രമല്ല, ആലോചിക്കുന്ന ഒരു ബുദ്ധി കൂടി നമുക്കുണ്ട്. അപ്പം ആ ബുദ്ധി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. ആ ആലോചിക്കുന്ന സമയത്ത് എന്ത് ആലോചനയും മനുഷ്യബുദ്ധിയിൽ വരാം. അപ്പം പ്രഹ്ലാദനായി ജനിച്ച് ആദ്യമേ മുതൽക്ക് അച്ഛൻ്റെ ശകാരത്തിനും നിന്ദയ്ക്കും വിധേയമായി ഷണ്ടാമർക്കന്മാരുടെ അടുത്തുനിന്ന് കെട്ടിയിട്ടു, അവർ അടിച്ചു, ഭേദനം ചെയ്തു, ഒക്കെ ചെയ്തു. അവസാനം ഹിരണ്യകശിപു തന്നെ പല വിധത്തിലും കൊല്ലിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം വാളുകൊണ്ട് കഴുത്തറക്കാൻ പുറപ്പെട്ടു. വാളൂരി നടന്നു. അടുത്ത് ചെല്ലുമ്പോഴേക്കും തൂണിൻ്റെ അവിടേക്ക് മാറ്റിച്ചു. എന്നിട്ട് സ്വയം ഇറങ്ങി ഹിരണ്യകശിപുവുമായിട്ടുള്ള യുദ്ധത്തിൽ ദ്വന്ദ്വത്തിൽ ഏർപ്പെട്ട് കൊന്ന് കൊടൽമാലയെടുത്ത് ഒക്കെ ചെയ്തു. ഇതിനിടയിൽ ആ പ്രഹ്ലാദന് എന്തുമാത്രം യാതന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ? ഈ യാതന അനുഭവിച്ചത് ആരാ? പ്രഹ്ലാദമസുരേശ്വരം. അത് ഞാനാ. ഈ ലോകത്തില് ഒരു പാമ്പ് തവളയെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ പാമ്പ് പിടിക്കുന്ന പാമ്പ് ഞാനാ, പിടിക്കപ്പെടുന്ന തവളയും ഞാനാണ്. തവള എന്നൊരു സാധനം ഉണ്ടായത് കൊണ്ടാണല്ലോ പാമ്പ് പിടിക്കുന്നത്. ഇത് രണ്ടും നമ്മളാരും സൃഷ്ടിച്ചതല്ലല്ലോ, സൃഷ്ടിച്ചതൊക്കെ ഒരേ ഈശ്വരനല്ലേ. അപ്പൊ എല്ലാ ദിക്കിലും അദ്ദേഹത്തിന്റെ വിളയാട്ടമോ പ്രകടനമോ പരിലസനമോ ആണ് നടക്കുന്നത്. ആ ഒരു വിചാരം വരാതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. സോമം നക്ഷത്ര ഔഷധീനാം. ഒരാളും നെഞ്ഞത്ത് കൈവച്ച് പറയരുത് എന്തിനാ എനിക്ക് ഇത്ര വിഷമം എന്ന്. വിഷമം വരുമ്പോൾ മുഴുവനും പ്രഹ്ലാദനെക്കുറിച്ച് ആലോചിച്ചോളൂ, ധ്രുവനെക്കുറിച്ച് ആലോചിച്ചോളൂ, ശ്രീരാമനെക്കുറിച്ച് ആലോചിച്ചോളൂ. പല വിധത്തിലും നമുക്ക് വിഷമം അനുഭവിക്കേണ്ടി വരും. നളനെക്കുറിച്ച്, ദമയന്തിയെക്കുറിച്ച് ആലോചിക്കൂ. ആ പുസ്തകത്തിൽ മഹാഭാരതത്തിൽ ആ ഭാഗം വായിക്കൂ. യുധിഷ്ഠിരനെ കുറിച്ച് ആലോചിക്കൂ. അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് 10,000-ൽ ഒരംശമില്ല. പിന്നെ എന്തിനാ ഈ കാട്ടുവെള്ളം പോലെ പെരുപ്പിച്ച് പറയണത്? നിങ്ങളുടെ മനസ്സാണ് സർവത്ര കുഴപ്പം ചെയ്യണത്. എന്തിനാ അതൊക്കെ എഴുതിയിരിക്കണത്? നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഒരംശം പോലും ഉണ്ടാവില്ല ഒരാളുടെയും കഷ്ടപ്പാട്. ആ കുട്ടിയെ എന്തൊക്കെയാ അവർ ചെയ്തത്? അവൻ എന്ത് ചെയ്തു? കുറ്റം പറഞ്ഞു, കോടതിയിൽ പോയോ? എന്താ ചെയ്തേ? അനുഭവിച്ചു. അത് കഴിഞ്ഞു ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചു. ഇതുപോലെയാണ് എല്ലാവർക്കും. ആ അനുഗ്രഹം വരെ നിങ്ങൾ നീണ്ടു നിൽക്കണം എന്ന് മാത്രം. സോമം നക്ഷത്ര ഔഷധീനാം. നക്ഷത്രങ്ങളിലും ഔഷധച്ചെടികളിലും വെച്ച് ചന്ദ്രനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രപ്രകാശത്തിലാണ് ഈ നക്ഷത്രമൊക്കെ തെളിയുന്നത് ഒരു ഭാഗത്ത്. എല്ലാ നക്ഷത്രവും വളരെ ദൂരെയാണ്. ആ ദൂരെയുള്ള നക്ഷത്രം നമുക്ക് കാണുന്നത് എപ്പോഴാണ്? നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഏതാ? ചന്ദ്രനാണ്. അത് മാത്രമല്ല, ഈ ചെടികളുണ്ടല്ലോ, ആ ചെടികൾ മുഴുവനും ഈ ചന്ദ്രപ്രകാശത്തിലാണ് ശരിക്കും വളരുന്നത്. കേരളത്തില് പ്രധാനപ്പെട്ട ചില ചടങ്ങുകളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മകരമാസത്തില് ഇവിടെ മഞ്ഞുണ്ടാവുന്ന കാലാണ് മകരത്തില്. ആ മകരമാസ സമയത്ത് വിതയ്ക്കാൻ പോകുന്ന വിത്ത് 3 തവണ ഈ ചന്ദ്രരശ്മിക്ക് കാണിക്കുക, പൂ കാണിക്കുക എന്നാണ് അതിന് പറയുക. 3 ദിവസം അത് തുറന്ന് മുറ്റത്ത് വെച്ച് ആ ചന്ദ്രരശ്മി അതിൽ പതിയണം. അപ്പോഴാണ് വിത്ത് നന്നാവുക എന്ന് പറയും. എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതും തീരുമാനിച്ചതെന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ചന്ദ്രന്റെ പ്രകാശത്താൽ ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്ന് 2 പക്ഷമുണ്ട്. ഇത് രണ്ടും കൂടിയതാണ് എന്ത്? മാസം. ശരിയായിട്ടുള്ള മാസമല്ല, ചാന്ദ്രമാസം. ഒരു ദിനം സൂര്യന്റെ വരവും പോക്കും. അത് കഴിഞ്ഞാൽ ഞായർ തിങ്കൾ മുതൽക്ക് 7 ആഴ്ചകൾ. ആ 7 ദിവസം കൊണ്ട് ഒരാഴ്ച. 2 ആഴ്ച കൂടിയാൽ ഒരു പക്ഷം, 2 പക്ഷം കൂടിയാൽ ഒരു ചാന്ദ്രമാസം. ഇങ്ങനെയാണല്ലോ തിരിയുന്നത്. അപ്പം അതിൽ ശുക്ലപക്ഷം എന്നൊരു പക്ഷം, അതെന്താ? ചന്ദ്രൻ വർധനപ്പെട്ടു പറയുന്ന കാലം. കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായി ചുരുങ്ങി വരുന്ന സമയം. ഈ 2 പക്ഷത്തിലും വരുന്ന പൂക്കളുണ്ടല്ലോ, പയറായാലും അമരയായാലും അതുപോലെയുള്ളത്. ഈവൻ മത്തനിലും കൂടി വ്യത്യാസം കാണും. പൂക്കൾ 2 തരത്തിലാണ്, ആ കായും 2 തരത്തിലാണ്. അപ്പൊ ഈ ചന്ദ്രരശ്മികൾക്കും ചന്ദ്രന്റെ കിരണങ്ങൾക്കും
ഇവിടെ ഉണ്ടാവുന്ന സസ്യങ്ങൾക്കും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. അതുപോലെ ചന്ദ്രനും നമ്മുടെ മനസ്സും തമ്മിൽ വളരെ ബന്ധമുണ്ട്. കോളടക്കമുള്ള മനുഷ്യർക്കൊക്കെ അമാവാസിയും വെളുത്ത വാവും ഒക്കെ പ്രത്യേക ദിവസങ്ങളാണ്, അധികമാവാനും കുറയാനും. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ് നമ്മുടെ മനസ്സ് ഏറ്റവും കലകലാന്ന് നന്നായിരിക്കുക. അപ്പൊ ആ സമയത്താണല്ലോ രാസക്രീഡ ഉണ്ടായത്. ഇതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. ധനേശം യക്ഷരക്ഷസാം, യക്ഷരക്ഷസുകളിൽ ധനേശനാണ് ഞാൻ. സോമോ ഭൂത്വാ രസാത്മക എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. സോമോ ഭൂത്വാ രസാത്മക, രസം ജനിപ്പിക്കുന്നത്, സസ്യങ്ങളിൽ രസമുണ്ടാക്കുന്നതായ ചന്ദ്രനാണ് ഞാൻ. ഐരാവതം ഗജേന്ദ്രാണാം യാദസാം വരുണം പ്രഭും തപതാം ദ്യുമതാം സൂര്യം മനുഷ്യാണാം ച ഭൂപതിം, മനുഷ്യാണാം ച ഭൂപതിം. ഗജേന്ദ്രന്മാരിൽ വെച്ച് ഐരാവതമാണ് ഞാൻ. ജലജന്തുക്കളിൽ വെച്ച് അവരുടെ പ്രഭുവായിരിക്കുന്ന വരുണൻ, തപിപ്പിക്കുന്നവയും പ്രകാശിക്കുന്നവയും മിന്നുന്നവയുമായ വസ്തുക്കളിൽ വെച്ച് സൂര്യനാണ് ഞാൻ. സൂര്യനാണല്ലോ ചൂടും പ്രകാശവും. പ്രകാശം മാത്രമാണ് ചന്ദ്രന്, സൂര്യന് ചൂടും പ്രകാശവുമുണ്ട്. രണ്ടും ആവശ്യമാണ് ജീവജാലങ്ങൾക്ക്. മനുഷ്യാണാം ച ഭൂപതിം, മനുഷ്യന്മാരിൽ വെച്ച് രാജാവാണ് ഞാൻ. അതുകൊണ്ടാണ് രാജാവിനെ പൂജിക്കുക, സത്കരിക്കുക. ഒരു ദൈവത്തിനെ കൊണ്ടാടുന്നത് പോലെ പ്രജകൾ രാജാവിനെയും കൊണ്ടാടും. അതിൽ വിരോധവുമില്ല. എന്താ കാരണം? അത് ഈശ്വരന്റെ ഒരു വിശേഷ പ്രകടനമാണ്. ഉച്ചൈശ്രവാസ്തുരംഗാണാം ധാതൂനാമസ്മി കാഞ്ചനം യമസംയമതാം ചാഹം സർപ്പാണാം അസ്മി വാസുകിഹി, സർപ്പാണാം അസ്മി വാസുകിഹി. കുതിരകളിൽ വെച്ച ഉച്ചൈശ്രവസ്സാണ് ഞാൻ. ധാതുക്കളും ലവണങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിൽ ആ ധാതുക്കളിൽ വെച്ച കാഞ്ചനമാണ് ഞാൻ. സ്വർണത്തിന് അതിൻ്റെതായ ഒരു വിശേഷമുണ്ട്. ഏറ്റവും കനം കുറഞ്ഞ് നമുക്ക് എടുക്കാവുന്ന വിശേഷപ്പെട്ട ഡെൻസിറ്റി ഉള്ള ഒരു വസ്തുവാണ് ഈ സ്വർണം. അതിനെയാണ് നാം ആഭരണമായി ഉപയോഗിക്കുന്നത്. ഇരുമ്പ് പോലെ ലഭ്യമല്ല ഈ സ്വർണം. അതിന് ഗുണമുള്ളതുപോലെ സൗലഭ്യമില്ലായ്മ, ദൗർലഭ്യവുമുണ്ട് അതിന്. അതാണ് അതിന് വില കൂടുതൽ. യമസംയമതാം ചാഹം, സംയമനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കാര്യങ്ങളെ ഒതുക്കുക, മെരുക്കുക, അങ്ങനെയുള്ളതിൽ. അതിൽ യമം എന്ന് പറയുന്നതായ ശീലമാണ്, ഗുണമാണ് ഞാൻ. യമം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാടുകളുണ്ടല്ലോ, അതിൽ യമം. സർപ്പാണാം അസ്മി വാസുകിഹി, അനവധി തരത്തിലുള്ള സർപ്പങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാസുകിയാണ് ഞാൻ. നാഗേന്ദ്രാണാം അനന്തോഹം മൃഗേന്ദ്ര ശൃംഗിതം ഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോ നഖ. നാഗേന്ദ്രാണാം അനന്തോഹം, നാഗേന്ദ്രന്മാരിൽ വെച്ച് അനന്തനാണ് ഞാൻ. ആ അനന്തനിലാണല്ലോ അനന്തപത്മനാഭൻ എന്നൊക്കെ പറയുമ്പോൾ സർപ്പത്തിലല്ലേ മഹാവിഷ്ണു കിടക്കുന്നത്, അനന്തൻ, ആദിശേഷൻ എന്നൊക്കെ പറയൂല്ലോ. മൃഗേന്ദ്ര ശൃംഗിതം ഷ്ട്രിണാം, തേറ്റയും ഒക്കെ ഉള്ളത്, പല്ലും തേറ്റയും ഒക്കെ പ്രധാനമായിട്ടുള്ളതിൽ വെച്ച് മൃഗേന്ദ്രൻ, സിംഹമാണ് ഞാൻ. ആശ്രമാണാമഹം തുര്യോ, എന്തിനെയാ കൃഷ്ണൻ വിടുന്നത്? ഒന്നിനെയും വിടുന്നില്ല. ജീവനുള്ളതിനെ പിടിച്ചു, ദേവന്മാരെ പിടിച്ചു, മഹർഷിമാരെ പിടിച്ചു, പല വിധത്തിലുള്ള വസ്തുക്കളെ പിടിച്ചു. അവസാനം പറയാൻ ആശ്രമാണാമഹം തുര്യോ. 4 തരത്തിലുള്ള ആശ്രമമാണല്ലോ മനുഷ്യന്. ഒന്ന് ബ്രഹ്മചര്യം, രണ്ടാമത്തത് ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4ാമത് സന്യാസം. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ആദ്യം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അത് വിദ്യാഭ്യാസത്തിന് നീക്കി വെച്ചിട്ടുള്ള 10 25 കൊല്ലം എന്ന് തന്നെ പറയാം നമുക്ക്. പഴയ കാലത്ത് 25 കൊല്ലത്തോളം നീങ്ങില്ല. ഒരു 10-20 കൊല്ലം, 22 ആവുമ്പോഴേക്കും കല്യാണം കഴിക്കാൻ വിരോധമില്ല. അതിലും ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. നാഗേന്ദ്രാണാമനന്തോഹം മൃഗേന്ദ്ര ശൃംഗിതം ഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ. ആ ബ്രഹ്മചര്യം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ശരീരം വളരാനായിട്ട് 21 വയസ്സ് വരെ എടുക്കുന്നു വയ്ക്കുക പരമാവധി. ആ 21 വയസ്സ് വരെ ശരീരം വളരണം, അപ്പോഴേ പ്രായപൂർത്തിയായുള്ളൂ. പ്രായപൂർത്തിയായിട്ടേ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് അവരിത് കുറച്ച് 18 ആക്കിയിട്ടുണ്ട്. ആ പ്രായപൂർത്തി വരുത്തുന്നതിന് മുൻപ് ജോലിക്ക് വയ്ക്കരുതെന്ന് ഇപ്പോൾ ആധുനിക നിയമം വരെയുണ്ട്. അപ്പം ശരീരം വളർന്ന് മുഴുവനാവുന്നത് വരെ കുട്ടികളെ നാം ജോലിക്ക് എടുക്കരുത്, ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടി നിയമിക്കരുത് എന്ന്. അപ്പം അത് മുഴുവൻ പഠിപ്പിനുള്ളതാണ്. അത് ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല, സാർവത്രികമാണത്. അത് കഴിഞ്ഞു പിന്നെ ഗാർഹസ്ഥ്യം, വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ബ്രഹ്മചര്യം പോലെയല്ല. നമ്മുടെ ആശ്രമങ്ങളിൽ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന ദൈവമാണെന്നാണ് ഒരു ബ്രഹ്മചാരിയെ പറ്റി പറയുക. നചികേതസ് നരലോകത്തിൽ നിന്ന് യമലോകത്തിലേക്ക് ചെന്ന് യമൻ 3 ദിവസം അത് ഇല്ലാത്തതിനാൽ
അവിടെ പട്ടിണി കിടന്ന് ആ യമരാജധാനിയിൽ കൂടി തിരിച്ചു വന്ന് കണ്ടപ്പോൾ യമധർമ്മരാജാവ് തന്നെ പേടിച്ചു അത്രേ. എൻ്റെ വാതിൽക്കൽ ഒരു ബ്രഹ്മചാരി 3 ദിവസം ആരും ശ്രദ്ധിക്കാതെ അങ്ങനെ പട്ടിണി കിടന്നുവല്ലോ എന്ന് വിചാരിച്ച് ഈ മഹാപാപം ഞാൻ എവിടെ കൊണ്ടൊളിക്കും എന്ന് വിചാരിച്ച് വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി ഞാൻ 3 വരം തരാം എന്ന് പറഞ്ഞ കഥ നമുക്കറിയാമല്ലോ കഠോപനിഷത്തിൽ. അപ്പം ആ ബ്രഹ്മചര്യം സാർവത്രികമാണ്, പഠിപ്പ് എല്ലാവർക്കും ആവശ്യമാണ്. ഗൃഹസ്ഥാശ്രമം അങ്ങനെയല്ല. അവിടെ വരുമ്പോഴേക്കും ആ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഉദ്ദേശം തന്നെ വേറെയാണ്. ഒരാളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുക, അതിൽ ഗർഭാധാനം, ലൈംഗിക ജീവിതം, ഇതൊക്കെ ഉണ്ട് അവിടെ ഗൃഹസ്ഥന്മാർ. അത് 2ാമത്തെ ആശ്രമം. 3ാമത്തതോ ബ്രഹ്മചര്യം പഠിക്കാൻ, വളരാൻ. വളർന്നവൻ വിവാഹം കഴിച്ച് കുടുംബം പരിപാലിക്കാൻ, കുട്ടികളുണ്ടാവാൻ. ആ കുട്ടികൾ മുതിർന്ന് അച്ഛൻ ഒരു 60 വയസ്സാവുമ്പോഴേക്കും കുട്ടികൾക്കും പ്രായമായി. 2 കുട്ടികളാണ് നമുക്ക് മാക്സിമം ഉണ്ടാവേണ്ടത്, പരമാവധി 3, അതിലും മീതെ പാടില്ല. 2 കുട്ടികൾക്കൊക്കെ ശരിക്ക് ആദ്യത്തെ പുത്രന് ധർമ്മപുത്രൻ എന്ന് പറയും, 2ാമത്തെ പുത്രൻ അർത്ഥപുത്രനാണ്, 3ാമത് ഉണ്ടായാൽ അത് കാമപുത്രൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ 2 കുട്ടികളുണ്ടായി. ആ കുട്ടികൾ മുതിരുമ്പോഴേക്കും ഇവർക്ക് വയസ്സൊരു 10-60 വയസ്സാവും. അങ്ങനെ ആയാൽ കുട്ടികളിൽ കുടുംബഭാരം ഏൽപ്പിച്ച് അവർ പുറത്തേക്ക് പോവുക. അവിടുന്ന് അങ്ങോട്ട് മനസ്സിനെയും ബുദ്ധിയെയും ഉൾവ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷകളോ പരീക്ഷണങ്ങളോ പരിശോധനകളോ തപസ്സോ ഒക്കെ ചെയ്യുക. അതാണ് 3ാമത്തെ ആശ്രമം. അതും വിട്ട് 4ാമത്തെ ആശ്രമമാണ് സന്യാസം. ആ സന്യാസം എന്ന് പറഞ്ഞാൽ അതാണ് പരമപവിത്രം. ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ എല്ലാവർക്കും നന്മയരുളുന്ന ഒരു വിശേഷപ്പെട്ട ജീവിതമാണത്. ആ ജീവിതത്തിലാണ് നമ്മുടെ പരമാത്മാവായി പരിപൂർണ സാക്ഷാത്കാരം അത് നേടാനുള്ളതാണ്. സന്യാസം വേണ്ടതുപോലെ എടുത്ത് ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവർ പരമാത്മ തേജസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നവരാവും. ആ ആശ്രമമാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാണല്ലോ. ഇവിടെ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല ആശ്രമാണാം ഗാർഹസ്ഥ്യമാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. അഹം തുര്യോ. 4ാമത്തത് വർണ്ണാനാം പ്രഥമോ നഖ. 4 വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങളിൽ ആദ്യത്തതാണ് ഞാൻ, ബ്രാഹ്മണൻ. ആരാണ് ഈ ബ്രാഹ്മണൻ? ചെറുപ്പം മുതൽക്കേ ബ്രാഹ്മണൻ പുറം ലോകത്തെ ആശ്രയിച്ച് ജീവിക്കരുത്. ഭൗതികമായ ഒരു നേട്ടങ്ങളും ആവരുത് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുക, അത് ഉൾക്കൊള്ളുക. ആ വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും വെച്ചുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാനും അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു ഉപാധ്യായ വൃത്തി എന്ന് പറയട്ടെ, ആചാര്യന്മായിട്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അവരെന്തെങ്കിലും സമ്മാനങ്ങളോ ഉപഹാരങ്ങളോ കൊടുത്താൽ അതുകൊണ്ട് മാത്രം ജീവിക്കാം. സമ്പാദ്യം എന്നൊന്നും ഉണ്ടാവരുത്. അതാണ് ബ്രാഹ്മണനിഷ്ഠ. എല്ലാവർക്കും അത് ഉണ്ടാവുമോ? ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ബ്രാഹ്മണനിഷ്ഠ എന്ന് പറഞ്ഞാൽ അതാ, ബാഹ്യലോകത്ത് ഇടപെട്ട് ധാരാളം പണം വേണം, സ്വത്ത് വേണം, വീട് വേണം, കുടി വേണം, അങ്ങനെയുള്ള ധാരണയൊന്നും ഉണ്ടാവരുത്. അവർ വിവാഹം കഴിക്കില്ലേ? അവർ വിവാഹം കഴിക്കും. അവർ വിവാഹം കഴിച്ച് നടത്തുന്ന ജീവിതമോ അതും വിശേഷപ്പെട്ടതാ. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും ശ്രീരംഗത്തിലോ ചിദംബരത്തിലോ ഒക്കെ അവിടെ ബ്രാഹ്മണരുടെ ഗൃഹങ്ങളുണ്ടത്രേ. ആ ഗൃഹങ്ങളിൽ ഇന്നും അവർ പുറം ലോകത്ത് പോവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ അവിടെ പല ഗോത്രക്കാരായിട്ടുള്ളവരുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ട് അങ്ങനെ കൂടും. അവരതുകൊണ്ട് സന്തുഷ്ടന്മാരാ. ഞാൻ കുറേ കാലം മുൻപ് കോയമ്പത്തൂർ പോയി പേരൂർ ചെന്ന് ഒരു കുടുംബത്തിനെ കണ്ടൊന്ന് സംസാരിച്ചു വിവരങ്ങൾ അറിയാൻ. അതിൽ കാർന്നവരെന്നോട് പറയുക, ചെറുപ്പകാലം മുതൽക്ക് ഞാൻ വേദം പഠിക്കാൻ തുടങ്ങി. 10 കൊല്ലം വേണ്ടി വന്നു. 2 വേദം പഠിച്ചിട്ടുണ്ട്. 20 കൊല്ലമായി. 20 കൊല്ലം കൊണ്ട് 2 വേദം പഠിച്ച് ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചു, കുട്ടികളായി. വേദങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് ഞാൻ. വൈദിക വൃത്തിയും വൈദികമായിട്ടുള്ള ആചാര്യത്വമേ എനിക്കുള്ളൂ. എൻ്റെ വിശ്വാസം ഇന്നേ വരെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, പട്ടിണിയും കിടന്നിട്ടില്ല എന്ന്. ഷർട്ടൊന്നും ഇടാതെ ഒരു ഉടുത്ത മുണ്ടുമുണ്ട്, ഒരു ഉത്തരീയം എന്ന് പറയുന്ന 2ാം മുണ്ടുമുണ്ട്. ഇത് 2 അദ്ദേഹത്തിനുള്ളൂ. എനിക്ക് അവരെ ഒന്ന് പോയി കാണണമെന്ന് തോന്നി. ഞാൻ കണ്ടു, വളരെ സന്തോഷമായി. അപ്പം ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മതേജസ്സിൽ പ്രകാശിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നവൻ. ബ്രഹ്മതേജസ് എവിടെയാ? ഉള്ളിലാ. അത് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? ചെറുപ്പം മുതൽക്ക് തന്നെ കണ്ണടച്ച് ഗായത്രി ജപിക്കുക, സന്ധ്യാവന്ദനാദി നിഷ്ഠകളൊക്കെ വേണ്ടതുപോലെ കൊണ്ടു നടത്തുക, സാധിച്ചാൽ ശാസ്ത്രങ്ങൾ വായിച്ച് പഠിക്കുക, അല്പസ്വല്പം ബാക്കിയുള്ളവർക്ക് യാഗങ്ങളോ യജ്ഞങ്ങളോ നടത്താൻ വേണ്ടി യാചനം ആവാം, അധ്യാപനവും ആവാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? പഠിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം, കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക എന്നൊരു ദൗത്യം. ഇത് 2 അവർക്ക് പാടുള്ളൂ. പഠിക്കുക എല്ലാവർക്കും ആവാം,
ബ്രാഹ്മണനുള്ള വിശേഷമാണത്. ആ പ്രഥമമായിരിക്കുന്നതാണ്. ആ ബ്രാഹ്മണനുള്ള യോഗ്യത തന്നെത്താനെ വളരുന്നതാണ്. സമാജത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടില്ല. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ആ ചോദിച്ചതിന് മറുപടി പറയും. അദ്ദേഹത്തിന് തപസ്സാണ്, നിഷ്ഠയാണ്. നല്ല ആചാരങ്ങളുണ്ട്. തെറ്റായ മാർഗത്തിൽ നടക്കില്ല. ഒരു ബ്രാഹ്മണൻ തെറ്റ് ചെയ്താൽ രാജാവ് പോലും ശിക്ഷിക്കില്ല. എന്നാൽ ബ്രാഹ്മണനുള്ള ശിക്ഷ എന്താ? ഒരു സദസ്സ് വിളിച്ചു വരുത്തി ആ സദസ്സിൽ ഇന്ന ബ്രാഹ്മണൻ ഇന്ന തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്ന് പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനമാണ് ബ്രാഹ്മണനുള്ള ഏറ്റവും വലിയ അപമാനം, പശ്ചാത്താപത്തിനുള്ള വഴി. അങ്ങനെ ഒരു വിശേഷപ്പെട്ട സംസ്കാരമാണിത്. ഒരു ബ്രാഹ്മണനെ ഉപദേശിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന് ആശയില്ല, ആവശ്യങ്ങൾ വളരെ കുറവാണ്, ഒതുങ്ങി ജീവിക്കും. ആ ബ്രാഹ്മണനെ വിവാഹം കഴിക്കുന്ന ബ്രാഹ്മണ പത്നി ഉണ്ടല്ലോ, അവരും ഇതിനനുസരിച്ച ഒരു ജീവിതമായിരിക്കും. അവർക്ക് ഈ പുറം പൂച്ച എന്ന് പറയുന്നത് ഇല്ല, ഉള്ളു നിറഞ്ഞിരിക്കും, അതിൽ സന്തോഷം. ഞങ്ങളുടെ ആശ്രമത്തിൽ അമരകോശത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു വാസുദേവൻ മൂസോ എന്തോ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ആ പദം എടുത്ത് കാണിച്ചു കൊടുക്കും ഇവിടെ വരുന്നവർക്ക്. നോക്കൂ, പരമവിദ്വാനാ, എത്രമാത്രം പഠിച്ചിട്ടാണ് ഇതിന് പാരമേശ്വരി എന്നോ എന്തോ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം താടിയുള്ള ഒരാൾ, ഒരു പൂണോലും ഉണ്ട്, ഇവിടെയൊക്കെ ഭസ്മം കൊണ്ട് ഇങ്ങനെ കുറികളാണ്, കുറേയൊക്കെ തോലും എല്ലുമായിട്ടിരിക്കുന്ന ഒരാളെയാണ് പടം പിടിച്ചിട്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ കേരളത്തിലെ ഒന്നാം തരം പഠിച്ച വിദ്വാനാണിത്, നോക്കിക്കോളൂ. അല്ലാതെ ഷർട്ടും ടൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളതൊന്നുമല്ല. അവരുടെ മനസ്സാണ് നിറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. തീർത്ഥാനാം സ്രോതസാം ഗംഗ സമുദ്ര സരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മതാം. തീർത്ഥാനാം സ്രോതസാം ഗംഗ. തീർത്ഥം എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് എന്താ? ഒഴുകുന്ന ജലം അല്ലെങ്കിൽ ജലാശയം, അതിനാണ് തീർത്ഥം എന്ന് പറയാം. അവിടെ പോയാലേ നമുക്കൊന്ന് കുളിക്കാൻ പറ്റുള്ളൂ. കാറ്റിൽ എല്ലാവരും കുളിക്കാറുണ്ട്, അത് പ്രത്യേകിച്ച് കുളിക്കാൻ പറ്റില്ല. നമ്മൾ ഉള്ളിടത്തൊക്കെ കാറ്റാ. അപ്പോൾ എല്ലാവരും കാറ്റിൻ്റെ ഉള്ളിൽ നീന്തിക്കൊണ്ടും ഊളയിട്ടുകൊണ്ടും ആയിരിക്കുന്നത്. കുളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വെള്ളം വേണം. അത് കുറച്ച് അധികം വെള്ളം ഉണ്ടെങ്കിലേ അങ്ങോട്ട് കുളിക്കാൻ പറ്റുള്ളൂ. ചുരുങ്ങിയതൊരു 6 അടി 5.5 അടിയെങ്കിലും വെള്ളം വേണം. അങ്ങനെ ഒഴുകുന്ന വെള്ളം, തീർത്ഥങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ, അതിൽ വെച്ച് ഗംഗയാണ് ഞാൻ. ഈ ഗംഗയ്ക്കുള്ള വിശേഷം എന്താ? ആ ഗംഗാജലം എത്ര കാലം ഇരുന്നാലും കേടുവരില്ല. മാത്രമല്ല, ഒരു 1 ലിറ്റർ ഗംഗ എടുത്ത് കഷ്ടിച്ച് 1 ലിറ്റർ വേറെ വെള്ളം ഒഴിച്ചാലും അത് രണ്ടും കൂടിയിട്ടും കേടുവരാതെ ഇരിക്കും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഗംഗ വയ്ക്കാറുണ്ട്. എങ്ങനെയാ? ഒരു ചെമ്പ്, അതുകൊണ്ടുള്ള ഒരു കുടുക്ക പോലെ ഒരു സാധനം, അതിൽ ഗംഗ ഒഴിച്ച് സീൽ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അത് കുടുംബത്ത് സൂക്ഷിക്കും. ആരെങ്കിലും മരിക്കുക എന്നുള്ള നില വന്നാൽ അത് തുറന്നെടുത്ത് 1 സ്പൂൺ വെള്ളമെങ്കിലും മരിക്കുന്നതിന് മുൻപ് ഇറക്കാൻ പറ്റിയ തരത്തിൽ ആ ആൾക്ക് കൊടുക്കും. അതിന് മാത്രമേ ഗംഗാജലം ഉപയോഗിക്കാറുള്ളൂ. പഴയ കാലത്ത് ഈ ഗംഗാജലം കിട്ടുന്നത് വലിയ വിഷമാണ്. അപൂർവം ചിലരേ കാശിക്ക് പോവുള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉദ്യോഗം വരെ അവിടെ എവിടെയാണ്. അപ്പോൾ എത്ര വേണമെങ്കിൽ പോയി വരാം. ഗംഗാജലത്തിന് ദൗർലഭ്യമില്ല. ഞങ്ങൾ വിഷ്ണു സഹസ്രനാമ മഹായജ്ഞം നടത്താറുമ്പോൾ എപ്പോഴും ഗംഗാജലം കൊണ്ടുവന്ന് ആ കുടത്തിൽ ഒഴിച്ച് കലശപൂജ നടത്തി അത് എല്ലാവർക്കും പ്രോക്ഷണം ചെയ്യാറുണ്ട്. ഡൽഹിയിലൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഒരാൾ വേണമെങ്കിൽ പറഞ്ഞയക്കും ഹരിദ്വാർ വരെ, എന്നിട്ട് ഗംഗ കൊണ്ടുവരാൻ പറയും. അപ്പം അങ്ങനെ ഒരു വിശേഷമുണ്ട് ഈ ഗംഗാജലത്തിന്. ആ ഗംഗാജലത്തിന് പലതരത്തിലുള്ള പേരാ. അലക്കനന്ദ എന്ന് പേരുണ്ട്, ഭാഗീരഥി എന്ന് പേരുണ്ട്, അലകനന്ദ. ഉത്തരവാഹിനി എന്നൊരു പേരുണ്ട് ഗംഗയ്ക്ക്. എന്താ ഈ ഉത്തരവാഹിനി? ഹിമാലയം എവിടെയാ? ഉത്തരത്തിൽ, വടക്ക് ഭാഗത്ത്. ആ വടക്ക് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറായി ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് എന്ത്? ഹിമാലയം. അവിടുന്നാണ് ഗംഗ ഉദ്ഭവിക്കുന്നത്. അപ്പോൾ ഒഴുകണത് എങ്ങോട്ടാ? തെക്കോട്ടാണ്. ആ തെക്കോട്ട് ഒഴുകി വരുന്ന ഗംഗ വാരാണസിയിലെത്തുമ്പോൾ നേരെ മറിച്ചാ ഒഴുകുന്നത് ഉത്തരം വടക്ക് ഭാഗത്തേക്ക്. എന്നിട്ടാ പിന്നെ മാറുന്നത്. അതുകൊണ്ട് ഉത്തരവാഹിനി എന്നൊരു പേരുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ ബനാറസ്, വാരാണസി എന്നൊരു സ്ഥലം ഉണ്ടായത്. അവിടെയാണ് ഒരു ശിവലിംഗം ഗംഗയിൽ നിന്ന് ജലമെടുത്ത് നേരിട്ട് അതിനെ അഭിഷേകം ചെയ്യാൻ നമുക്ക്. കേരളത്തിലാണല്ലോ ബ്രാഹ്മണരകത്ത് നിന്ന് ഭക്തന്മാരെയൊക്കെ പുറത്തു നിർത്തി ദൂരത്തു നിന്നുള്ള ദർശനം. അവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗംഗാജലം എടുത്ത് സ്നേഹമായിട്ട് ശിവന്റെ തലയിൽ കൊണ്ടൊഴിക്കാം. അവിടെയാണ് ഭക്തിയിൽ ഒരു സാന്ദ്രതയും സാമീപ്യവും കാണും. ഇവിടെ ഭക്തിയിൽ ഔപചാരികത്വമാണ് കൂടുതൽ. ഭക്തി അകത്ത് നിന്നോളൂ, ആരും അടുത്ത് വരരുത്, ഒക്കെ പുറത്ത് നിൽക്കരുത്. ശ്രീകോവിലിൽ ഒരു പഴുത് പോലും ഉണ്ടാവില്ല. കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ശ്വസിക്കണം അവിടെ ശാന്തിക്കാരന്. എന്താണാവോ ഇതിൻ്റെ അർത്ഥം? വാതിലടച്ചിരിക്കുമ്പോൾ ഓരോ ഓട്ടയെങ്കിലും വെച്ചൂടെ? പഴയ കാലത്താണെങ്കിൽ കഴിക്കോലും ആയിട്ടുള്ള ഇടയിൽ കുറേ ശ്വാസമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒക്കെ വാർപ്പാ, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല.
അപ്പൊ അതനുസരിച്ച് ഒരു തുള വയ്ക്കണം എന്ന് പറയാൻ എന്താണാവോ തച്ചുശാസ്ത്രജ്ഞന്മാര് പുറപ്പെടുന്നില്ല, സമ്മതിക്കണമില്ല. എന്തോ ആവട്ടെ. തീർത്ഥാനാം സ്രോതസാം ഗംഗ സമുദ്ര സരസാമഹം. ജലാശയങ്ങളിൽ നമ്മൾ തീർത്ഥസ്നാനത്തിന് പോകാറുണ്ട്. എന്നാൽ തീർത്ഥസ്നാനം ഒഴുകുന്നത് കെട്ടിനിൽക്കുന്ന വെള്ളം. സമുദ്രത്തിൽ പോയി സ്നാനം ചെയ്താൽ അതിന് വില കൂടുതലാണ്. ആർക്കും പേടിക്കണ്ട. പച്ചവെള്ളം എന്നുള്ളൊരു പേടി അവിടെ വേണ്ട. ഉപ്പുവെള്ളം, ആ ഉപ്പുവെള്ളത്തിന് ഒരു കേടും നമുക്ക് വരില്ല. സമുദ്രത്തിൽ സ്നാനം ചെയ്താൽ വളരെ വിശേഷമാണ്. എന്നാൽ കഠിനമായിട്ടുള്ള ഉപ്പുണ്ടോ? അതൊട്ടില്ലേനും അത്ര വലിയ ഉപ്പില്ല. എന്നാൽ ജലം കേടുവരാതെ സൂക്ഷിക്കുന്നതാണ്. അത് മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ ഉണ്ടാവും. വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും കൊഴിയുന്ന ഇലകൾ, അത് ചീഞ്ഞുണ്ടാവുന്നത്, മരങ്ങളൊക്കെ മുറിഞ്ഞു വീണോ മറ്റു പ്രകാരത്തിൽ നശിച്ചോ ഉണ്ടാവുന്നതായ മാലിന്യം, നമ്മളൊക്കെ ജീവിച്ച് മരിച്ചിട്ടുണ്ടാവുന്ന മാലിന്യം, കഴിക്കുന്ന സമയത്തുണ്ടാവുന്ന പല വിസർജനങ്ങളും, ഈ മാലിന്യങ്ങളൊക്കെ അവസാനം ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മണവുമില്ല. അപ്പൊ എന്ത് ചീഞ്ഞതിനെയും അളിഞ്ഞതിനെയും മണത്തിനെയും എല്ലാം തന്നിൽ ലയിപ്പിച്ചെടുത്ത് അതിനെ ചണ്ടി പൊണ്ടയൊക്കെ താഴത്തേക്ക് പറഞ്ഞയച്ച് ശുദ്ധ നിർമ്മലമായിരിക്കുന്ന സമുദ്രജലമായി സംരക്ഷിക്കുന്നത് ഈ സമുദ്രമാണ്. ആ സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ 1/4 ഭാഗം. 1/4 ഭാഗം കരയെ സംരക്ഷിക്കാൻ 1/4 ഭാഗം സമുദ്രം. ആ സമുദ്രം ഉള്ളത് കൊണ്ടാണ് ഭൂനിവാസം സാധ്യമാവുന്നത്. ഈ സമുദ്രമില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും. ആ സമുദ്ര പരപ്പിലുള്ളതായ കാറ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. 1/4 തലമാണ് കര, 1/4 ഭാഗം സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റ് ഈ കാറ്റിനെ ഇങ്ങനെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കും. സമുദ്ര സരസാമഹം. ജലാശയങ്ങളിലും തടാകങ്ങളിലും ഒക്കെ വെച്ച് സമുദ്രമാണ് ഞാൻ. ആയുധാനാം ധനുരഹം. ആയുധങ്ങളിൽ വെച്ച് വില്ലും അമ്പുമാണ് ഞാൻ. ഇന്നും നമുക്കിപ്പോ വില്ലും അമ്പും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ആറ്റം ബോംബും ബുള്ളറ്റും പീരങ്കിയും ഒക്കെ പോണവിടെ. അമ്പും വില്ലും ആയിക്കോട്ടെ. അത് എങ്ങാനും എഴുതുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആളുടെ തലയ്ക്കോ കഴുത്തിനോ കണ്ണിനോ ചെല്ലുള്ളൂ. രണ്ടാമതൊരാളെ കൊല്ലില്ല. അത് ഒരു അപകടവും ഇല്ല. അതിൽ തീയില്ല, പുകയില്ല, വിസർജനമില്ല, ഒരു കുഴപ്പമില്ല. മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു അമ്പ് അത് വില്ല് വെച്ചു, പിടിച്ചു വലിച്ചു, തൊടുത്തു വിട്ടു. മനുഷ്യർക്ക് അന്യോന്യം യുദ്ധം ചെയ്യണം, മത്സരം നടത്തണം, തൻ്റെ ശക്തി പ്രദർശിപ്പിക്കണം, കള്ളനെ ശിക്ഷിക്കണം, മുള്ളനെ പിടിച്ചൊതുക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഉപയോഗിക്കുന്ന ആയുധം ഒരപകടവുമില്ലാത്തതാണ്. ഏറ്റവും വിശേഷപ്പെട്ടത് ധനുസ്. അതിന് കുറച്ച് പാടവം, സാമർഥ്യം വേണം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വിടുക. ഒരാളെ അടിക്കാൻ ഒരു വടി കൊണ്ടുപോയാൽ വലിയ ഉന്നൊന്നും വേണ്ട, എവിടെ അടിച്ചാലും ശരീരത്തിൽ കൊണ്ടോളും. ദൂരത്തുനിന്ന് അമ്പെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ എയ്യണോ അവിടെ എയ്യാനായിട്ട് നല്ല കണിശവും ഒക്കെ വേണം. ശരിക്കും ഇങ്ങനെ വെച്ച് നോക്കി ഒരു ലൈൻ നോക്കി അങ്ങനെ അങ്ങോട്ട് വിടണം. അതെല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അതാണ് ആയുധങ്ങളിൽ വെച്ച് ധനുസ്സാണ് ഞാൻ. ഇന്ന് ധനുസ്സുകൊണ്ട് മാത്രം നമ്മൾ രാജ്യം ഭരിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ത്രിപുരഘ്നോ ധനുഷ്മതാം. ഇനി വില്ലെടുത്ത് പെരുമാറുന്നതിൽ വെച്ച് ഹരനും ശിവനുമാണ് ഞാൻ. എവിടെ നിന്നും നിങ്ങൾക്ക് അമ്പ് തൊടുക്കാം. വളരെ ദൂരത്തു നിന്ന് തൊടുക്കാൻ സാധിക്കും. അദൃശ്യൻ. ഇപ്പൊ ശ്രീരാമൻ ബാലിയെ അമ്പ് ചെയ്തത് എങ്ങനെയാ? മരത്തിന്റെ അപ്പുറത്ത് നിന്ന് മറഞ്ഞു നിന്നുകൊണ്ടാണ് അമ്പ് ചെയ്തത്. അപ്പൊ എവിടെ വേണമെങ്കിൽ അവിടെ എത്തും, എവിടുന്ന് വേണമെങ്കിൽ അവിടുന്ന് എത്തും. എന്നാൽ ആ പോകുന്ന സമയത്തോ ഒരു കുഴപ്പമില്ല. അതിലൊരു വിഷമില്ല, അതിനൊരു വിസർജനോ അല്ലെങ്കിൽ ഒരു എമിഷനൊന്നും ഇല്ലാതെ അപകടമില്ലാത്തൊരു സാധനം. ധിഷ്ണ്യാനാമസ്മ്യഹം മേരുഹു ഗഹനാനാം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥ ഓഷധീനാം അഹം യവഃ. ധിഷ്ണ്യാനാം അസ്മ്യഹം മേരുഹു. ഇവിടെ കൃഷ്ണൻ എന്തൊക്കെയാ പറയുന്നത്? നാം ജീവിതത്തിൽ പല സന്ദർഭത്തിലുമായി ഉപയോഗിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ദേവസങ്കല്പങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ആയുധങ്ങളെപ്പറ്റി പറയുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നു. ചെടികളെക്കുറിച്ച് പറയുന്നു. മരുന്നുകളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ എല്ലാ ദിക്കിലും ഇങ്ങനൊരു വിവരണം തരുമ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പം വികസിച്ച് വരികയാണ്. അതിന് വികാസമുണ്ടാവുന്നു, വൈവിധ്യവും ഉണ്ടാവുന്നു. എല്ലാം ഈശ്വരനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ വിശേഷ വസ്തുക്കളെ പറയുമ്പോൾ അവിടേക്കെങ്കിലും ഇപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞു, എന്നാൽ നമ്മൾ പോയി ഹിമാലയം ഒന്ന് കണ്ടിട്ട് വന്നു കളയാമെന്ന് വിചാരിക്കുന്നു. കണ്ടാലോ ഒരു ദിവ്യത്വം മനസ്സിൽ തോന്നുന്നുമുണ്ട്. അങ്ങനെ കുറേശ്ശെ ആയി വളരാൻ വേണ്ടി പറയുന്നതാണ്. ധിഷ്ണ്യാനാം അസ്മ്യഹം മേരുഹു. വാസസ്ഥാനങ്ങളിൽ വെച്ച് മേരു, മഹാമേരുവാണ് ഞാൻ. ഗഹനാനാം ഹിമാലയ. ചെന്ന് പറ്റാൻ പ്രയാസമായിട്ടുള്ള സങ്കേതങ്ങളിൽ വെച്ച് ഹിമാലയമാണ് ഞാൻ. ആ ഹിമാലയത്തിൻ്റെ കൊടുമുടി കയറാൻ ടെൻസിങ്ങും ഹില്ലാരിയും കൂടി പുറപ്പെട്ടു. ഞാൻ സന്യാസത്തിന് മുമ്പ് കൽക്കട്ടയിലുള്ള കാലത്താണിത് നടന്നത്. എത്ര പേരാ അതിന് പരിശ്രമിച്ച്, എത്ര പേരതിൽ മരിച്ചുപോയി.
അവസാനം ഇവർ രണ്ടുപേരും കൂടി കയറിയിട്ടാണ് മുകളിൽ ചെന്നൊരു കൊടി നാട്ടിയത്. ഹിമാലയത്തിന്റെ മുകളിൽ കയറാൻ. ഗഹനാനാം ഹിമാലയ, വളരെ ഗഹനമാണ്. ഇന്നും ഹിമാലയത്തിൽ എന്തൊക്കെയുണ്ട്? അതിലുള്ള ഗ്ലേസിയേഴ്സ്, ആ ഐസ് ഉണ്ടല്ലോ, ആ മഞ്ഞിൻ കട്ട, അതിൻ്റെ പഴക്കം എത്രയുണ്ട്? അത് ക്രമം വിട്ട് ഉരുകുന്നുണ്ടോ? അതിൻ്റെ ഉരുക്കം പ്രതികൂലമായ ഒരു സ്ഥിതിവിശേഷം എത്തിക്കഴിഞ്ഞോ? ഇതൊന്നും ഇന്നും പഠനം നടത്തിയിട്ടില്ല. നമുക്ക് ജോഗ്രഫിക്കലായിട്ട് പല നോളേജും ഉണ്ട് ഭൂമിശാസ്ത്രപരമായി. പക്ഷേ ഹിമാലയത്തിൻ്റെ വൈഭവം മുഴുവനും മനസ്സിലാക്കാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ വളരെ ഗഹനമാണ്. വെരി ഡിഫിക്കൽട്ട് ടു പെനിട്രേറ്റ്, റീച്ച് ആൻഡ് ആക്സസ്. അങ്ങനെ ഒരു സാധനമാണത്. ഗഹനാനാം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥ. വൃക്ഷങ്ങളിൽ വെച്ച്, ചെടികളിൽ വെച്ച് അശ്വത്ഥമാണ് ഞാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്തിനാ ഈ ക്ഷേത്രത്തിൽ ആലുവയ്ക്കുന്നത്? ഇതാണ് ഇതിന് കാരണം. ഏതോ ഒരു മഹർഷി 1000 ആണ്ടുകൾ മുൻപ് എഴുതി വെച്ചതാണ്. എന്ത്? വനസ്പതീനാം അശ്വത്ഥ. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഒരു 5000 കൊല്ലത്തിലേറെ പഴക്കമുണ്ട്. അപ്പൊ 5000 കൊല്ലത്തിലേറെ ഒരു കൃഷ്ണൻ ഒരു ഉദ്ധവനോട് മുങ്ങിപ്പോയ ഒരു ദ്വാരകയിലിരുന്ന് പറഞ്ഞ കാര്യം ഇന്നും നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങൾ മുഴുവനും അനുവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിവിലൈസേഷൻ, സഭ്യതയെപ്പറ്റി പ്രേക്ഷകരെ നിങ്ങൾക്കുള്ള പരിഗണനയും മാനവും മൂല്യവും എത്രയുണ്ടാവോ, എത്ര ഉണ്ടാവണം ആലോചിച്ച് നോക്കൂ. ഒരു ആൽവൃക്ഷം ഇല്ലാത്ത ക്ഷേത്രമില്ല. ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒരു ആല് വയ്ക്കണം. നമുക്ക് കുട്ടികൾ എത്രയുണ്ടെങ്കിലും കാര്യമില്ല. ദശപുത്രസമോ വൃക്ഷ. ഒരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ അതിന് വലിയ വിലയാണ്. അടുത്ത കാലത്ത് ചില ക്ഷേത്രങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ ആശ്രമത്തിൽ വന്നു, പലരും പലതും സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു പുതിയ പ്രവണത ഞാനിപ്പോൾ കാണുകയാണ്. എന്ത്? നമ്മുടെ 27 നക്ഷത്രങ്ങളാണ്. അശ്വതി, കാർത്തിക, ഭരണി, രോഹിണി, കാർത്തിക, രോഹിണി എന്നൊക്കെ പറഞ്ഞിട്ട് 27 നക്ഷത്രം. ഈ 27 നക്ഷത്രവും നമുക്ക് ആകാശത്തിൽ നോക്കി കണ്ടുപിടിക്കാം. നമ്മൾ പറയണു നക്ഷത്രം എന്ന്. ഓരോ ദിവസം ഓരോ നക്ഷത്രമായി പരിഗണിക്കണു നമ്മൾ. പക്ഷെ ഈ നക്ഷത്രമൊക്കെ അശ്വതി അശ്വമുഖം പോലെ, പുണർദം പൂന്തോണി പോലെ, കാർത്തിക കൈവട്ട പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളുണ്ട് നമുക്ക്. അപ്പൊ ഈ നക്ഷത്രത്തെ മുഴുവൻ ആകാശത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഈ കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രം ഒന്നല്ല, കൈവട്ട പോലെ 6 പുണർദം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോണി പോലെ അങ്ങോട്ട് നീണ്ടു കിടക്കണതാ. ഒരെണ്ണാണെന്ന് വിചാരിക്കരുത്, അതൊരു മണ്ഡലമാണ്. അങ്ങനെ നമുക്ക് എന്തെല്ലാം ദിനങ്ങളോ വിശേഷങ്ങളോ ഉണ്ടോ ഒക്കെ ആകാശത്തിലുള്ള ഗോളങ്ങളെ ചൊല്ലിയുള്ളതാണ്. ഞായറാഴ്ച സൂര്യന്, തിങ്കളാഴ്ച ചന്ദ്രന്, ചൊവ്വ എന്ന് പറയുന്നത് വേറെ ഒരു ഗ്രഹത്തിന്, ബുധൻ ഇനിയൊന്ന്, വ്യാഴൻ എന്ന് പറയുന്നത് ബൃഹസ്പതി, വെള്ളി, ശനി, ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളെ സംബന്ധിച്ചതാണ്. അല്ലാത്ത നമുക്കൊരു ദിവസമില്ല. ഈ ഭൂമി തന്നെ സൂര്യനിൽ നിന്ന് പൊട്ടി വീണതാണ്. അപ്പൊ ഭൂമി തന്നെ ഒരു ഗ്രഹമാണല്ലോ. ആ ഗ്രഹവാസികളല്ലേ നമ്മൾ. അപ്പൊ നമ്മുടെ എല്ലാം ഗ്രഹത്തിനെ ചൊല്ലി ആവുന്നതല്ലേ ശരി. നമ്മുടെ കുംഭമേളയുണ്ട്, അതൊക്കെ പ്രത്യേക ഗ്രഹങ്ങൾ ഇന്ന സ്ഥലത്ത് ചാക്രികമായി വന്നു ചേരുമ്പോൾ അതേ സ്ഥിതി ആവർത്തിക്കുമ്പോഴാണ് ഈ മേളകൾ അവിടെ നടക്കുന്നത്. എല്ലാം അങ്ങനെയാണ് അവിടെ. കൃഷ്ണജന്മത്തിനെ പറ്റി വർണ്ണിക്കുമ്പോൾ എന്താ പറയുന്നത്? അഷ്ടമിയും രോഹിണിയും കൂടിയ ദിവസം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല കലണ്ടറിൽ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ ഗ്രഹങ്ങളെ ചൊല്ലിയുള്ളതാണ്. ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഓരോ വൃക്ഷമുണ്ട്. ആ വൃക്ഷം നട്ടു സൂക്ഷിക്കുക.